ഈ ഡൽഹി കലാപത്തിനിടെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായിട്ടുള്ള അങ്കിത് ശർമ്മയെ വധിച്ച കേസിൽ ആം ആദ്മി പാർട്ടി നേതാവ് താഹിർ ഹുസൈൻ അടക്കമുള്ള പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രി കപിൽ മിശ്രയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസിൽ 6 വർഷം നീണ്ട വിചാരണ നടപടികൾ അവസാനിപ്പിച്ചാണ് കർക്കഡുമ കോടതി മുൻ കൗൺസിലറും ആം ആദ്മി പാർട്ടി നേതാവുമായ താഹിർ ഹുസൈനും മറ്റ് 4 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന നിലപാടാണ് ഡൽഹി പോലീസ് സ്വീകരിച്ചത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും കേസിലെ 2-3 പ്രതികളായിരുന്നവരെ കുറ്റവിമുക്തരാക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഇതിനായി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഡൽഹി സർക്കാരും പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം കോടതി ശിക്ഷ വിധിച്ചതിന് പിന്നാലെ ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് താഹിർ ഹുസൈൻ പ്രതികരിച്ചത്. 53 പേർക്ക് ജീവൻ നഷ്ടമായ ഡൽഹി കലാപത്തിലെ ഏറ്റവും ക്രൂരമായ കൊലപാതകമായിരുന്നു IB ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയുടേത്. തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങൾക്ക് ശേഷം ഓടയിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. 51 ആഴത്തിലുള്ള മുറിവുകൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ജനം, ഡൽഹി.